മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാമായി നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗായകൻ വിജയ് യേശുദാസ് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചടക്കം പലപ്പോഴായി തുറന്നു സംസാരിച്ചിട്ടുണ്ട്. അടുത്തിടെയാണ് ഭാര്യ ദർശനയുമായി വേർപിരിയ കാര്യം ഒരു അഭിമുഖത്തിൽ വിജയ് യേശുദാസ് വെളിപ്പെടുത്തിയത്. ഒരു മാസം മുമ്പ് ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ അതിഥിയായി എത്തിയപ്പോഴും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വിജയ് യേശുദാസ് മനസ്സ് തുറന്നിരുന്നു. എന്നാൽ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ വൈറലായപ്പോൾ അഭിമുഖം ഹോസ്റ്റ് ചെയ്ത ധന്യവർമ്മയെ ചില പ്രേക്ഷകർ വിമർശിച്ചു. ഇത്രത്തോളം കഴിവുള്ള ഒരു പ്രതിഭയെ കയ്യിൽ കിട്ടിയിട്ട് കൂടുതലായും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ചോദിച്ചതിനാണ് ധന്യവർമ്മയെ പ്രേക്ഷകരിൽ ചിലർ വിമർശിച്ചത്. അത്തരത്തിൽ ധന്യവർമ്മയെ വിമർശിച്ചവർക്ക് വിജയ് യേശുദാസ് നൽകിയ മറുപടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നിരാശപ്പെടുത്തിയ അഭിമുഖമായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ വിവാഹമോചനത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ടിയിരുന്നില്ല എന്നും അദ്ദേഹം അതിനും എത്രയോ മുകളിലാണെന്നുമായിരുന്നു ധന്യവർമ്മയെ വിമർശിച്ചു വന്ന കമന്റ്. അതിന് വിജയ് യേശുദാസ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ കരിയറിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സാധാരണ അഭിമുഖമായിരുന്നില്ല അത്. ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മളെല്ലാം കഷ്ടതകളിലൂടെ കടന്നു പോകാറുണ്ട്. സംഗീതത്തെയും എന്നെയും സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തോട് തുറന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വിജയ് യേശുദാസ് മറുപടിയായി കുറിച്ചത്. വിജയ് യേശുദാസ് തന്നെ പ്രേക്ഷകന്റെ അഭിപ്രായത്തിന് മറുപടി നൽകിയതിന് ധന്യവർമ്മ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വിശദീകരണം നൽകിയതിന് ഗായകന് ധന്യവർമ്മ നന്ദി അറിയിക്കുകയും ചെയ്തു. ആ കമന്റിന് മറുപടി നൽകിയതിന് നന്ദി വിജയ് യേശുദാസ്. ഞങ്ങളുടെ ചാനലും പ്രത്യേകിച്ച് ഷോയും അതിഥികളായി എത്തുന്നവരുടെ ഇതുവരെയുള്ള വ്യക്തിപരവും പ്രൊഫഷണലുമായ യാത്രയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു അതിഥി തന്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് അതേക്കുറിച്ച് ചോദിക്കുന്നതും സംസാരിക്കുന്നതും. വിജയ്, നിങ്ങളുമായുള്ള സംഭാഷണത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരിക്കൽ കൂടി നന്ദി വിജയ് എന്നാണ് ധന്യവർമ്മ വിജയ് യേശുദാസിന്റെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് കുറിച്ചത്. അതേസമയം ഒരു മാസം മുൻപ് നടത്തിയ അഭിമുഖമാണ് വിജയ് യേശുദാസ് തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത്. വിവാഹമോചനത്തെക്കുറിച്ച് ധന്യവർമ്മയോട് സംസാരിക്കവേ വിജയ് യേശുദാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെയും ഭാര്യ ദർശനയുടെയും ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മികച്ച സാഹചര്യത്തിലൂടെ തന്നെയാണ് തങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നും അംഗീകരിക്കുമെന്നും പ്രതീക്ഷിക്കാനാകില്ല. അതിന് കുറച്ച് സമയം ആവശ്യമാണ്. അവർക്കെല്ലാവർക്കും ഇത് വേദനാജനകമായ സാഹചര്യമാണെന്നും വിജയ് യേശുദാസ് പറഞ്ഞു. ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കാൻ ഒരു പരിധിവരെ പറ്റില്ല. ഇനിയും മാതാപിതാക്കളെ വേദനിപ്പിക്കേണ്ട എന്നത് തന്റെ തീരുമാനമാണ്. മക്കൾക്ക് തങ്ങളുടെ സാഹചര്യം കുറെ കൂടി മനസ്സിലാക്കാനുള്ള പ്രായമായി. മകൾക്ക് വളരെ പക്വതയുണ്ടെന്നും അവൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും തന്നെയും ദർശനയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും വിജയ് യേശുദാസ് പറഞ്ഞു. മകൾക്കിപ്പോൾ 15 വയസ്സും മകന് 9 വയസ്സുമാണ് പ്രായം. മകൻ ചെറിയ രീതിയിൽ ഓരോന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും സാഹചര്യം മനസ്സിലായി വരുന്നതേ ഉള്ളൂവെന്നും വിജയ് യേശുദാസ് പറഞ്ഞു. തന്റെ ഭാഗത്താണ് തെറ്റുകൾ സംഭവിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയെന്ന് അവനോട് പറയുന്നതും എളുപ്പമല്ല. നമ്മളാണ് തെറ്റുകാരെന്ന് പറഞ്ഞു നടക്കേണ്ട എന്ന് പറയുന്നവരുണ്ടാകും. പക്ഷേ ആ ഉത്തരവാദിത്വം എടുത്തില്ലെങ്കിൽ അതിലൊരു അർത്ഥവുമില്ല എന്നും റിലേഷൻഷിപ്പിൽ പ്രതീക്ഷകളാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. ജീവിതത്തിൽ മക്കളെ ഉപദേശിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും വിജയ് യേശുദാസ് അന്ന് ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം മുൻപൊരിക്കൽ തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് വിജയ് യേശുദാസ് സംസാരിച്ചിട്ടുണ്ട്. യേശുദാസിന്റെ മകൻ എന്ന നിലയിലും അല്ലാതെയും സെലിബ്രിറ്റി ആയതുകൊണ്ട് പേഴ്സണൽ ജീവിതത്തിലെ പ്രത്യേകിച്ച് വിവാഹമോചനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരാറുണ്ട്. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയാം. തങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയും വിഷമിപ്പിക്കാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് തങ്ങൾ ബന്ധം അവസാനിപ്പിച്ചതെന്നും തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല പേരൻസ് ആയിരിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിന്റേതായ രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുമാണ് വിജയ് യേശുദാസ് അന്ന് വ്യക്തമാക്കിയത്. വിവാഹമോചനം ഒരു ട്രോമാറ്റിക് ഫീലിംഗ് ആണെന്ന് പറയാനും തനിക്ക് സമയമില്ല. ഒരുപക്ഷെ താൻ അതിനെ ക്രോസ് ചെയ്തുവെന്ന് വേണമെങ്കിൽ പറയാം. താനാണ് അതിൽ വിക്ടിം ആയതെന്നോ താനാണ് ട്രോമയിലായതെന്നോ ഇല്ല. തന്നെക്കാളും വീട്ടുകാരായിരിക്കും ഇത് കാരണം കൂടുതൽ മോശം അവസ്ഥയിലൂടെ പോയിട്ടുണ്ടാവുകയെന്നും അതുകൊണ്ട് തനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായെന്ന് പറയാമെന്നും താനുമായിട്ടും പൊരുത്തപ്പെടണം. ഭാര്യയിൽ നിന്നും പിരിഞ്ഞു എന്നതുകൊണ്ട് ജീവിതം നിർത്താൻ പറ്റുമോ എന്നും അന്ന് വിജയ് യേശുദാസ് ചോദിച്ചിരുന്നു. മക്കളുടെ സന്തോഷം ഇക്കാരണത്താൽ നഷ്ടപ്പെടാനും പാടില്ല. കുട്ടികൾ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഒന്നിച്ചാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെ പറ്റിയൊന്നും കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നോർമലായി. പക്ഷേ തന്റെ മാതാപിതാക്കൾക്കും അവരുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും അത് സാധാരണ കാര്യമല്ല എന്നും തങ്ങൾക്കിടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും കുടുംബത്തിൽ സന്തോഷം കണ്ടെത്താൻ തങ്ങൾ രണ്ടാൾക്കും സാധിക്കുന്നുണ്ടെന്നും അത് തന്നെ വലിയ കാര്യമാണെന്നും വിജയ് യേശുദാസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രണയിച്ച് വിവാഹിതരായവരാണ് വിജയ് യേശുദാസും ഭാര്യ ദർശനയും. 5 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് 2007 ഇരുവരും വിവാഹം ചെയ്തത്. 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്. വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുവരും മാതാപിതാക്കളായി ഒന്നിച്ചു നിൽക്കാറുണ്ട്. വിജയ് യേശുദാസിനും ഭാര്യയ്ക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ
കുറെ കാലമായി വാർത്തകളുണ്ടായിരുന്നു. അടുത്തിടെയാണ് വിവാഹമോചന വാർത്തകളോട് വിജയ് യേശുദാസ് പ്രതികരിച്ചു തുടങ്ങിയത്. അതേസമയം ഏറെ ആരാധകരുള്ള ഗായകനാണ് വിജയ് യേശുദാസ്. നിരവധി ഹിറ്റ് ഗാനങ്ങൾ വിജയ് സമ്മാനിച്ചിട്ടുമുണ്ട്. യേശുദാസിന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് തന്റേതായ ഐഡന്റിറ്റി ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം വിജയ് യേശുദാസും നടി ദിവ്യ പിള്ളയുമായി പ്രണയത്തിലാണെന്ന വാർത്തകളും അടുത്തിടെ വന്നിരുന്നു. എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നതായിരുന്നു അതിന് കാരണമായി ചിലർ കണ്ടെത്തിയത്. ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ ദിവ്യ പിള്ളയുടെ കൈ പിടിച്ചെത്തിയ വിജയ് യേശുദാസിന്റെ വീഡിയോയും അന്ന് വൈറലായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.